നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് 17th ഡിഡക്ഷൻ ആണ് കേട്ടോ. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ബൈ അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ഏതെങ്കിലും ഒരു അണ്ടർടേക്കിങ്ങോ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനമോ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കണമെങ്കിൽ സെക്ഷൻ 81AB. Deduction under this section is available for an assessee who is a developer on any profit and gain derived from business of developing a special economic zone notified on or after 2005. But this section does not apply where the development of cess begins after 1/4/2017. The quantum of deduction is 100% of profit and gain derived from such business for 10 consecutive assessment years. അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1/4/2005 ശേഷം സ്പെഷ്യൽ എക്കണോമിക് സോണ് ഡെവലപ്പ് ചെയ്യണതാണോ നിങ്ങളുടെ ജോലിയെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന 100% പ്രോഫിറ്റും 10 വർഷത്തേക്കായിട്ട് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. 10,000 രൂപ ഉണ്ടായ ആദ്യത്തെ കൊല്ലം 10,000 ഡിഡക്റ്റ് ചെയ്തോ, പിന്നെ പിറ്റത്തെ കൊല്ലം 20,000 ഉണ്ടായ 20,000 ഡിഡക്റ്റ് ചെയ്തോളൂ. അങ്ങനെ അടുത്തത് സ്പെഷ്യൽ പ്രൊവിഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എലിജിബിൾ സ്റ്റാർട്ടപ്പ് സെക്ഷൻ 81AC. എലിജിബിൾ സ്റ്റാർട്ടപ്പ് മീൻസ് എ കമ്പനി ഓർ ലിമിറ്റഡ് ലയബിലിറ്റി partnership engaged in eligible business which is incorporated after 1/4/2016 before 1/4/2011. Total turnover does not exceed 25 crore in the previous year. Amount 100% of profit from such business for 3 years. എത്രയിൽ കൂടാൻ പാടില്ല? ടേൺ ഓവർ 25 കോടിയിലും കൂടാൻ പാടില്ല. സ്റ്റാർട്ടപ്പിന് വേണ്ടി തുടങ്ങിയിട്ടുള്ളതായിരിക്കണം 16-ൻ്റെയും 21-ൻ്റെയും ഇടയിൽ. അങ്ങനെയാണെങ്കിൽ 100% 3 വർഷത്തേക്കായിട്ട് ഡിഡക്ഷനായിട്ട് എമൗണ്ട് ക്ലെയിം ചെയ്യാം. 3 വർഷത്തേക്കേ ഉള്ളൂ കേട്ടോ. മുമ്പത്തേക്ക് 10 കൊല്ലമൊക്കെ ആയിരുന്നു. അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം സർട്ടൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അണ്ടർടേക്കിംഗ് സെക്ഷൻ 81B ആണ്. അതെന്തല്ല? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അണ്ടർടേക്കിംഗ് അല്ല. അത് ഏതൊക്കെയാണെങ്കിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആൻഡ് റിഫൈനിങ് മിനറൽ ഓയിൽ ഇൻ ദി നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓർ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ നോട്ട് ലേറ്റർ ദാൻ 2017. അതായത് 2017 മുമ്പ് ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള റിഫൈനിങ് മിനറൽ ഓയിലിൻ്റെ ബിസിനസ്സാണോ നിങ്ങളുടെ, എങ്ങനെയാണെങ്കിൽ 100% പ്രോഫിറ്റ് 7 വർഷത്തേക്ക് നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അടുത്തത് പ്രോസസ്സിംഗ്, പ്രിസർവിങ്, പാക്കേജിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്റ്റ്, പോൾട്രി, മെറൈൻ, ഡയറി പ്രൊഡക്ട്സ്. അത്തരം ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ 100% ആദ്യത്തെ 5 കൊല്ലം. 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ 5 കൊല്ലം 30% പ്രോഫിറ്റ്. അതായത് 5 കൊല്ലം 100% ക്ലെയിം ചെയ്യാം. പിറ്റത്തെ കൊല്ലം 1,00,000 രൂപ ഉണ്ടായാൽ അതിൻ്റെ 30% ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റിൻ്റെ 30%. ഓക്കെ. കമ്പനി ആണെങ്കിൽ ഓൺഡ് ബൈ എനി അതർ അസസി ആണെങ്കിൽ ആദ്യത്തെ 5 കൊല്ലം 100%, പിന്നത്തെ 5 കൊല്ലം 25% ഇതാണ്. ഒക്കെ തിയറി ട്ടാ, ഓൾ തിയറി പർപ്പസ്. Operating and maintaining hospital located anywhere in India other than excluded area started functioning during 1/4/2008 and 31st March 2013. അതിൻ്റെ ഇടയിലാണ് തുടങ്ങിയെങ്കിൽ having at least 100 bed for patient to the extent of 100 ബെഡെങ്കിലും ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 100% 5 വർഷത്തേക്കായിട്ട് തുടക്കം കൊല്ലം മുതൽ നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഹോസ്പിറ്റലിൻ്റെ പ്രോഫിറ്റ് 100% 5 കൊല്ലത്തേക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ഹൗസിംഗ് പ്രോജക്റ്റ്. നിങ്ങളുടെ ബിൽഡിംഗ് ഹൗസിംഗ് പ്രോജക്റ്റ് ആണെങ്കിൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് ടു സർട്ടൻ കണ്ടീഷൻസ്. അതൊന്നും നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. 100% ഓർത്ത് വെച്ചാൽ മതി. അത് സെക്ഷൻ 1BA. ഈ സെക്ഷൻ 1E ഉണ്ട്. Special provision in respect of certain undertaking in northeastern states. The gross total income of assessee includes any profit and gain derived by an undertaking between 2007 and 2017 in northeastern states from manufacture of eligible article or carrying on eligible business. 100% of profit 10 കൊല്ലത്തേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്തത് ഡിഡക്ഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിനെ പറയണത് കേട്ടോ. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഫോർ കളക്ടിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. ഈ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് എടുത്തിട്ട് നിങ്ങളത് പ്രോസസ്സ് ചെയ്തിട്ട് ഡീഗ്രേഡബിൾ ആക്കുകയാണെങ്കിൽ അത്തരം ബിസിനസ്സിന് JJA പ്രകാരം നിങ്ങൾക്ക് എന്താ കിട്ടുക,
കളക്ടിങ് പ്രോസസ്സിങ് ഓഫ് ട്രീറ്റിംഗ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഫോർ ആ വേസ്റ്റ് എടുത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിന്ന് പവർ ഉണ്ടാക്കുക, ഫെർട്ടിലൈസർ ഉണ്ടാക്കുക, ബയോ പെസ്റ്റിസൈഡ്സോ ബയോളജിക്കൽ ഏജൻറ്റോ ബയോഗ്യാസോ പെല്ലറ്റ് ഫോർ ഫ്യൂവലോ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 100% ഓഫ് പ്രോഫിറ്റ് 5 വർഷത്തേക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂ എംപ്ലോയീസ്. നിങ്ങൾ പുതിയ ആൾക്കാർക്ക് ജോലി കൊടുക്കണം. അങ്ങനെ ജോലി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോസ്റ്റ് ഒക്കെ ആവില്ലോ പുതിയ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ. അത്തരത്തിലുള്ള നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് വേർ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് അസസി ടു ഹും സെക്ഷൻ 44AB അപ്ലൈസ് includes profit and gain derived from business, there will be a deduction of amount equal to 30% of additional employee cost. അതായത് പുതിയതായിട്ട് വന്ന എംപ്ലോയിയുടെ കോസ്റ്റിൻ്റെ 30% നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഓഫ് സച്ച് ബിസിനസ് ഇൻ ദ പ്രീവിയസ് ഇയർ. എത്ര കൊല്ലത്തേക്കാണ്? 3 കണ്ടിന്യൂസ് ഇയറിലേക്കായിട്ട് നിങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അത്രയും മതി. ഇനി അടുത്തത് നെക്സ്റ്റ് പോയിന്റ് 24. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഞാൻ പറയണ വോയിസ് ഒത്തു നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് certain income of offshore banking units and international financial services. Deduction is allowed to an assessee being a scheduled bank or any other bank incorporated outside India having offshore banking unit in a special economic zone or a unit of international financial services. അപ്പോൾ അത്തരം ബിസിനസ്സിൻ്റെ ഇൻകം 100% 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിലേക്കും 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ 5 കൊല്ലം 50% വീതം പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതെന്താ തുടങ്ങിയിട്ടുണ്ടാവുക? ഷെഡ്യൂൾ ബാങ്കോ അല്ലെങ്കിൽ അതർ ബാങ്ക് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അതിന് ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് ഉണ്ട്. ഇന്ത്യയിലല്ലാണ്ട് പുറത്ത് എന്തുണ്ട്? ബാങ്കിങ് യൂണിറ്റോ ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ 100% കുറയ്ക്കാന്നാണ് പറയണത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് QQB സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്തോളൂ. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റോയൽറ്റി ഇൻകം ഓഫ് ഓതേഴ്സ് ഓർ സർട്ടൻ ബുക്സ് അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണെങ്കിൽ ഹീസ് എൻ ഓതർ ഓഫ് ബുക്ക്, ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ബുക്കായിരിക്കണം? ലിറ്റററി വർക്ക്, ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ സയൻറ്റിഫിക് നേച്ചർ. The income must be derived from by him in exercise of his profession. The income may be on account of any lump sum consideration or royalty copy. അല്ലേ, നിങ്ങളൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അല്ലെങ്കിൽ റോയൽറ്റി കിട്ടും, വലിയൊരു കാശൊക്കെ കിട്ടും. അതിൻ്റെ 100%, 3 ലക്ഷം രൂപയോ എമൗണ്ട് പഠിക്കണം. 2 ലക്ഷം രൂപയോ കൊടുത്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? 2 ലക്ഷത്തിന് 100% പറഞ്ഞാൽ 2 ലക്ഷം തന്നെ. 2 ലക്ഷം കിട്ടിയതോ 3 ലക്ഷമോ ഏതാ കുറവ്? അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. റോയൽറ്റി ഇൻകം. അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റോയൽറ്റി ഓൺ പേറ്റൻറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പേറ്റൻറ്റ് ആക്ട് 1970 പ്രകാരം 100%, 3 ലക്ഷം രൂപയോ വിച്ച് എവർ ഈസ് ലെസ്. ഒന്ന് QQBയും ഒന്ന് RRBയും ആണ് കേട്ടോ സെക്ഷൻ. അടുത്തത് TTA. ഇനി ഇവിടെ ഞങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 3 എണ്ണം കൂടിയേ ഉള്ളൂ, 27, 28, 29. ആ 27 പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ സേവിങ്സ് അക്കൗണ്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 10,000. നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് വിചാരിക്കുക. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് 10,000 രൂപ വരെ ആണെങ്കിൽ നമ്മൾ എന്ത് വേണ്ട? നമുക്ക് നോക്കാം. വെർ ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓഫ് എൻ അസസി ബീയിങ് എൻ ഇൻഡിവിജ്വൽ അതർ ദാൻ സീനിയർ സിറ്റിസൺ. ഈ പറയുന്നത് സീനിയർ സിറ്റിസൻ്റെ കാര്യമല്ല കേട്ടോ. ഒരു ഇൻഡിവിജ്വൽ ആവുക അല്ലെങ്കിൽ HUF ആവുക. ഇൻക്ലൂഡ്സ് എനി ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അത് ഏതിലുണ്ടാവേണ്ടത്? ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലൈ ചെയ്യുന്ന ബാങ്കിങ് കമ്പനിയിലോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ ഓഫ് സച്ച് ഇൻട്രസ്റ്റ് ഷാൽ ബി അലൗഡ് ടു ദ മാക്സിമം എക്സ്റ്റെൻറ്റ് ഓഫ് 10,000. 10,000 രൂപ വരെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. ആ ഇൻട്രസ്റ്റിൻ്റെ 10,000 രൂപ വരെയാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ദിസ് ഡിഡക്ഷൻ ഈസ് അലൗഡ് വെദർ ദ ഇൻഡിവിജ്വൽ ഓർ HUF ഇസ് എ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. അതിൽ എന്താണെങ്കിലും ഇൻഡിവിജ്വൽ ആണെങ്കിലും HUF ആണെങ്കിലും റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് കേട്ടോ, സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. അതാണ് TTA. അടുത്തത് TTB ആണ്. അത് സീനിയർ സിറ്റിസൻ്റെ കാര്യമാണ് പറയണത്.
അയാൾ ഇതുപോലെ ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് ബാങ്കിങ് കമ്പനിയിലോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലോ പോസ്റ്റ് ഓഫീസിലോ ആണ്. അപ്പോൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് വെർ ദ എമൗണ്ട് ഓഫ് ഇൻകം ഡസ് നോട്ട് ഇൻക്ലൂഡ് 50,000 ഹോൾ ഓഫ് സച്ച് എമൗണ്ട്. 50,000 കൂടുതൽ ആൾക്ക് ഇൻകം ഇല്ലെങ്കിൽ 50,000 രൂപയും കുറയ്ക്കാം. ഇനി എനി അതർ കേസ് 50,000, അതായത് 50,000 വരെ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. Under this section, no deduction is allowable if deposits are held in the name of partner member by the firm AOP. അത് പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണറിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയാലൊന്നും പറ്റില്ല. സീനിയർ സിറ്റിസൺ അയാളുടെ സ്വന്തം പേരിലാണ് അക്കൗണ്ട് എങ്കിൽ 50,000 രൂപ വരെ ആൾക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അടുത്ത ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഇൻ കേസ് ദ ഇൻഡിവിജ്വൽ ബീങ് എ റെസിഡൻറ്റ് ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി and is certified by medical authority to be a person with disability, deduction of 75,000 in case of person with disability. അസസ് ഉണ്ടല്ലോ, ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കൊരു ഡിസബിലിറ്റി ഉണ്ട്, അയാൾ വികലാംഗന വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ അയാൾക്കൊരു കടലാസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാ ഡിസബിലിറ്റി ആണെങ്കിൽ അയാൾക്ക് 75,000 രൂപ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഇത് പുതിയൊരു പ്രത്യേക സെക്ഷൻ ആയിട്ടാ. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ഒന്നുമല്ല. അവിടെ സാധാ ഡിസബിലിറ്റിക്ക് 75,000, സിവിയർ ഡിസബിലിറ്റിക്ക് 1,25,000, ആ സെക്ഷൻ അല്ലത്. ഇത് അസസിക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ സാധാ ഡിസബിലിറ്റി 75,000, സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000. അയാൾ വെറുതെ നിർബന്ധമായിട്ട് അയാൾ കുറച്ചോട്ടെ. അപ്പം അത്രയും ബാക്കി കാശിന് മാത്രം അയാൾ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, സെക്ഷൻ 80U. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? എപ്പോഴും സെക്ഷൻ 80C to 80U എന്ന് പറയും. ഇപ്പോഴാണ് നമ്മൾ 80U കണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എണ്ണം നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കുറേ അറിയാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയണം? ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ അറിയണം. 5 ഹെഡും കൂട്ടുക, എല്ലാ ഡിഡക്ഷൻസും കുറയ്ക്കുക, ഇടയിൽ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡിങ് അത് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും. ഇനി ആ മൈനസ് ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, അത് നിയറസ്റ്റ് 10 ആയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ 10,027 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് 28 ആക്കാം. അല്ല, 27 പറഞ്ഞത് നിയറസ്റ്റ് 10 ആണ്, അപ്പോൾ 30 ആക്കുക കേട്ടോ. 0 ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുവരെയാണ് ഇത് പഠിച്ചത്.